ആലപ്പുഴയിൽ നവജാത ശിശു വൈകല്യത്തോടെ പിറന്നു വീണ സംഭവത്തിൽ എന്തായാലും അന്വേഷണം നടത്തുകയാണ് ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥർ. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്ത പരാതി അത് ഫോർവേഡ് ചെയ്ത് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എഫ്ഐആർ ഇട്ടത്. അത് സൗത്ത് സ്റ്റേഷനിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഈ ഇത്തരം കേസുകൾ, ഈ മെഡിക്കൽ നെഗ്ലിജൻ്റ് ആയിട്ടുള്ള ആരോപിക്കപ്പെടുന്ന കേസുകൾ അന്വേഷിക്കേണ്ടത് DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അതിൻ്റെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ഈ ഇൻവെസ്റ്റിഗേഷൻ, അതായത് അതിൻ്റെ ബന്ധപ്പെട്ട റെക്കോർഡ്സും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ഇതുവരെ കേസിൽ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കേസ് ഡയറി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്തിനൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇതിന് ആവശ്യമായിട്ട് വരുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ ഒപ്പീനിയൻ ആദ്യം പറയാൻ സാധിക്കത്തില്ല. പിഴവ് സംഭവിച്ചു എന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല. കാരണം അത് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ, അന്വേഷണത്തിലേക്ക് കിടക്കുന്നേ ഉള്ളൂ. ഈ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർമാരുടെ സാന്നിധ്യമില്ലാതെ സാധാരണ ട്രെയിനി ടെക്നീഷ്യന്മാരുടെ സാന്നിധ്യത്തിലാണ് പല ലാബുകൾ. അങ്ങനെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കാരണം ലാബ് റിസൾട്ട് പോലും നമ്മൾ ഈ പോലീസ് സ്റ്റേഷൻ അധികാരികൾ കണ്ടിട്ടില്ല. അത് ഹാജരാക്കിയിട്ടില്ല, പെറ്റീഷൻ ഹാജരാക്കിയില്ല. അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അല്ല, അത് കേസിൻ്റെ അതിൻ്റെ അന്തിമമായിട്ട് ആ ഫൈനൽ ഒപ്പീനിയൻ അവരാണ് തരേണ്ടത്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് അത് ചെയ്യേണ്ടത്. ആ ഒപ്പീനിയൻ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മെഡിക്കൽ ബോർഡിൻ്റെ ഒപ്പീനിയനാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് മെഡിക്കൽ ബോർഡാണ് ഒപ്പീനിയൻ തരേണ്ടത്. ഇനിയുള്ള അടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത നടപടിക്രമങ്ങൾ പോലീസ് ഭാഗത്ത് വരുന്നത് അത് ഈ ആരോപിക്കപ്പെടുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് റെക്കോർഡ്സ്, അതുപോലെ ലാബ് റിപ്പോർട്ടുകളും അത് ഹാജരാക്കണം, മെഡിക്കൽ ബോർഡിന് ഹാജരാക്കണം. ചികിത്സിച്ച ഡോക്ടേഴ്സ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കേസ് റിപ്പോർട്ടുകൾ അത് ഹാജരാക്കണം. മെഡിസിൻ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം ഹാജരാക്കിയ ശേഷം ബോർഡിൻ്റെ ഒപ്പീനിയനാണ് പ്രധാനം. സാർ, ഒരു കാര്യം, വളരെ നിസ്സാരമായ കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആറിനകത്തൊക്കെ വളരെ നിസ്സാരം 3 മാസത്തെ തടവ് കിട്ടുന്ന കുറ്റമാണല്ലോ BNS പ്രകാരം ചുമത്തിയിരിക്കുന്നത്. നമ്മൾ പ്രാഥമികമായിട്ട് അയാൾ തന്ന വിവരങ്ങൾ ആ മൊഴിക്ക് അനുസൃതമായിട്ടുള്ള വകുപ്പുകളാണ്. അയാൾ തന്ന മൊഴിക്ക് അനുസൃതമായിട്ടുള്ള വകുപ്പുകളാണല്ലോ നമ്മൾ എഫ്ഐആർ ഉൾപ്പെടുത്തേണ്ടത്. അതാണ് പറയുന്നത്. DSP MR മധു ബാബുവാണ് സംസാരിച്ചത്. ഇപ്പോൾ അന്വേഷണം ഏറ്റെടുക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ റിപ്പോർട്ടുകളോ ഒന്നും തങ്ങളുടെ കൈവശത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുകൂടി പറയുന്നു.